സ്വർണത്തിനാണോ വില, ഈ രക്തത്തിനാണോ വില? രക്തത്തിനാ വില. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലൊക്കെ കാണുന്ന രക്തങ്ങളാണ്. ഇത്രയും സാധനം വെക്കണം. എന്തൊക്കെ എല്ലാവരും പേരെന്ന് പറഞ്ഞ് നാക്കൊക്കെ വഴങ്ങാൻ നല്ലതാണ്. എൻ്റെ നാക്കാണ് ചെറുതായിട്ടൊന്ന് പൊട്ടിയിരിക്കുക, എന്നാലും രസമാണ് ഇതൊക്കെ പറയാൻ. എന്തൊക്കെയാണ്? നോക്കി എന്തൊക്കെയാ? താമ്രമണി, പീതരക്തം, മരതകം, മാണിക്യം, നീലക്കല്ല്, വജ്രം, പത്മരാഗം, വൈഡൂര്യം, സുഗന്ധിക്കല്ല്, പുഷ്പരാഗം, ഗോമേതകം. ഇതൊക്കെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എനിക്കിപ്പോഴും എന്നാലും ബ്രിട്ടീഷുകാരുടെ ദേഷ്യമാണ്. എൻ്റെ രാജ്യത്തിൻ്റെ ഒരു കല്ല് അവർ കൊണ്ടുപോയി, ഒരു രത്നം. എന്തോ കോഹിനി ഒരു രക്തം അടിച്ചുകൊണ്ട് പോയടാ അവന്മാർ. എന്നിട്ട് ഇപ്പോഴും വർഷത്തിൽ ഒരിക്കലും നമ്മളെ കാണിക്കത്തുള്ളൂ. നമ്മുടെ രക്തം അവന്മാർ അടിച്ചുകൊണ്ട് പോയി. ചെറിയ കാര്യമാണോ? വർഷത്തിൽ ഒരിക്കലും കണ്ട് അത് കാണിക്കത്തുള്ളൂ. അന്നേരം ഭയങ്കര ആളാണ്. കോഹിനൂർ രക്തം എന്നാ എൻ്റെ ഓർമ്മ. ആണോ? ആന്ന് തോന്നുന്നു, ശരിയായിരിക്കും. അപ്പം കോഹിനൂർ രക്തമൊക്കെ എന്തൊരു വിലയുള്ള. അപ്പം ഇതിന് എന്തോരം വില കാണും? വൈഡൂര്യം, മാണിക്യം, പത്മരാഗം, സുഗന്ധിക്കല്ല്, ഗോമേതകം, എന്ന് വേണ്ട ഇതെല്ലാം ദേഹത്ത് പതിക്കണം. ആളാകെ അട്ടിപ്പൊളി. എന്തൊരു ഗുമ്മ, ഭയങ്കര സംഭവമല്ലേ? ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ ആ പുരോഗതി വരുന്ന നോക്കും ഭയങ്കര വൈബാ, അങ്ങനെയല്ലേ പറയാ? ആണോ? പിന്നെ വേറൊരു ഭാഷയുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറിയൊരു കൊച്ചു നമ്മുടെ ഒരു പ്രോഗ്രാം നടന്നപ്പോൾ എൻ്റെ ഭാര്യ അവർ വിളിച്ചില്ല, ബാക്കി എല്ലാവരും കൂടി. അപ്പോൾ അവർക്ക് ചെറിയ ഒരു കിരികിരിപ്പ്, ഒരു മുള്ളു. അപ്പോൾ എൻ്റെ മോള് അവളോട് പറഞ്ഞു, അമ്മ അവരെ പോലൊന്നും ചില്ലല്ലാത്തതുകൊണ്ടാണ് വിളിക്കാത്തെന്ന് പറഞ്ഞു. നല്ല ചില്ലായിട്ട് നിൽക്കണം. അമ്മ പറഞ്ഞു, ആനടി ഞാൻ ചില്ല, എൻ്റെ ചങ്ക് നിറച്ച് കുപ്പിച്ചില്ല. അപ്പം ഇതെല്ലാം കൂടി ഇങ്ങോട്ട് വെച്ച് ഗോമേതകം, വൈഡൂര്യം, മാണിക്യം, മരതകം, വജ്രം, എന്തട്ടാ ഇതെല്ലാം വെച്ചോണ്ടാണ് ആര് വരിക? പുരോഹിതൻ വരിക. അപ്പം പുരോഹിതനെ സൂക്ഷിക്കും. എന്തൊരു സംഭവം ഇത്! നമുക്കറിയാം, നമ്മുടെ ഇവിടെ ഒരു നിലവറ തുറക്കുമ്പോൾ എന്തൊരു ബഹളമായിരുന്നു. കാരണം അതിനകത്ത് രത്നങ്ങളുമുണ്ട്. ഗവൺമെൻറ്റൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങൾ, എന്തോ ഒരു വാർത്താ പ്രാധാന്യം ലഭിച്ച സംഭവമാണ്. അപ്പോൾ അത്രയും സാധനം ആരുടെ ദേഹത്തുണ്ട്? പുരോഹിതൻ ദേഹത്തുണ്ട്. വെക്കണം. ഇനി പതക്കത്തിന് ചരട് പോലെ മുറിച്ച് കൊത്തുപണിയായി തങ്കം കൊണ്ട് സരപ്പളി ഉണ്ടാക്കണം. ഇനി 2 വട്ടക്കണ്ണി പൊന്നു കൊണ്ടുണ്ടാക്കണം. എന്ന് പറഞ്ഞാൽ ബട്ടൺസ് പോലും എന്താ? വട്ടക്കണ്ണി എന്ന് പറഞ്ഞാൽ ബട്ടൺസ് ആയിരിക്കും. ബട്ടൺസ് പോലും എന്താ? പൊന്നാണ്. അതിന് പൊന്നുനൂല് കൊണ്ട് മുറിച്ച് കൊത്തുപണിയായി സരപ്പളി 2 പതക്കത്തിൻ്റെ മറ്റേ അറ്റങ്ങളുള്ള വട്ടക്കണി 2ലും കൊളുത്തണം. സരപ്പളി മറ്റേ 2 തടത്തി കൊളുത്തി ഏഫോദിൻ്റെ ചുമൽക്ക് മുൻഭാഗത്ത് വെക്കണം. എന്നിട്ട് അതിൻ്റെ പൊന്നുകൊണ്ട് 2 വട്ടക്കണി ഉണ്ടാക്കി പതക്കത്തിൻ്റെ മറ്റേ 2 അറ്റത്ത് ഏഫോദിൻ്റെ കീഴറ്റത്തിൻ്റെ അതിൻ്റെ വിളിമ്പിലകത്തായി വെക്കണം. പൊന്നുകൊണ്ട് വേറെ 2 വട്ടക്കണി ഉണ്ടാക്കി ഏഫോദിൻ്റെ മുൻഭാഗത്ത് അതിൻ്റെ 2 ചുമൽക്കണ്ടത്തിന്മേൽ അതിൻ്റെ ഇണപ്പരികനെ ഏഫോദിന് നടുക്കെട്ടി വെക്കണം. പതക്കെ ഏഫോദിന് നടുക്കെട്ട് മേലെ കണ്ട് ഏഫോദി ഓടാതിരിക്കേണ്ട വട്ടക്കണ്ണി ബട്ടൻസിൽ ഏഫോദിൻ്റെ വട്ടക്കണ്ണി നീല നാട് കൊണ്ട് ചുക്കട്ടണം. ന്യായവിധി പതക്കത്തിൽ ഇസ്രായേൽ മക്കളുടെ പേര് എപ്പോഴും യഹോവയുടെ മുമ്പാക്കിയായി ഓർമ്മയ്ക്കായിട്ട് തൻ്റെ ഹൃദയത്തിൽ വഹിക്കണം. ഇതെല്ലാം കെട്ടിയിട്ട് ചുമല് വഹിക്കണം. പിന്നെ എവിടെ വഹിക്കണം? ഹൃദയത്തിൽ വഹിക്കണം. ഇപ്പം പുരോഹിതൻ്റെ ജോലിയാണ് ഇത്രയും ജനത്തെ എവിടെ വഹിക്കണം? ഹൃദയത്തിൽ വഹിക്കണം. ഈ ഹൃദയത്തിൽ വഹിക്കുക എളുപ്പമല്ല കേട്ടോ. ഹൃദയത്തിൽ കുറച്ച് ഇടം വഹിച്ചാൽ ഹാർട്ട് എക്സ്പാൻഡ് ആവും. എനിക്ക് ഭയങ്കരമായിട്ട് ഭാരത്തോട് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുടെ ഹാർട്ട് അവസാനം ചുരുങ്ങിയിട്ടുള്ളവരുണ്ട്, എക്സ്പാൻഡ് ചെയ്തവരുണ്ട്, വികസിച്ചിട്ടുള്ളവരുണ്ട്. വഹിച്ച് 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 ജനത്തെ വഹിക്കണം. ഇതിൻ്റെ പേര് ആത്മഭാരം. ഈ ജനത്തെ വഹിക്കണം. എന്നിട്ട് ന്യായവിധി പതക്കത്തിനകത്ത് ഊറിമും തുമ്മും വെളിപ്പാടും സത്യവും വെക്കണം. അഹരോൻ യഹോവയുടെ സന്നിധി കിടക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഇരിക്കണം. അഹരോൻ ഇസ്രായേൽ മക്കൾക്കുള്ള ന്യായവിധി എപ്പോഴും യഹോവയുടെ മുമ്പാകെ തൻ്റെ ഹൃദയത്തിൽ. ഇത് കൂടാതെ ജനത്തിൻ്റെ മുഴുവൻ പാപം ആര് വഹിക്കണം? പുരോഹിതൻ വഹിക്കണം. ചെറിയ പാപമല്ല, ഭാരമല്ല. വിശുദ്ധിയോടെ കർത്തൃമേശ എടുക്കുന്നവരുണ്ട്, വിശുദ്ധി ഇല്ലാതെ എടുക്കുന്നവരുണ്ട്. വിശുദ്ധിയോടെ വന്ന് ആരാധിക്കുന്നവരുണ്ട്. ജീവിതത്തിൽ തെറ്റുകൾ മാത്രം ചെയ്തിട്ട് മനസാക്ഷി കുത്തലില്ലാതെ വന്ന് കടിഞ്ഞപ്പെട്ട ഹൃദയത്തോടെ ആരാധിക്കുന്നവരുണ്ട്. ഇതെല്ലാം ആര് വഹിക്കണം? പുരോഹിതൻ വഹിക്കണം. ചെറിയ കാര്യമല്ല, വഹിക്കണം. അതാണ് പുരോഹിതൻ വഹിക്കണം. ഇനിയും ഏഫോദിൻ്റെ അങ്കി മുഴുവനും നീലനൂല് കൊണ്ടുണ്ടാക്കണം. അതിൻ്റെ നിലകിൽ തലകടപ്പാൻ ധാരം വേണം. ദ്വാരത്തിന് നെയ്ത്തുപണിയായി നാട ചുറ്റിലും വേണം. കീറിപ്പോകാതിരിക്കാൻ കവചത്തിൻ്റെ ധാരം പോലെ അതുണ്ടാക്കണം. നീലനൂൽ, ധൂമനൂൽ, ചുവപ്പ് നൂൽ എന്തുകൊണ്ട് ചുറ്റും വിളിമ്പിൽ മാതളപ്പഴങ്ങളും അതിൻ്റെ ഇടയിൽ ചുറ്റും പൊൻകൊണ്ട് മണികളും ഉണ്ടാക്കണം. അങ്കിയുടെ വിളിമ്പിൽ ചുറ്റും പൊന്മണി, മാതളപ്പഴം, പൊന്മണി, മാതളപ്പഴം ഇങ്ങനെ വെക്കണം. ഇതെന്തിനാ? അത് വേറെ വലിയ കാര്യമാണ്. പുരോഹിതൻ്റെ വസ്ത്രത്തെ എന്ത് ഘടിപ്പിച്ചിട്ടുണ്ട്? മണി കെട്ടിയിട്ടുണ്ട്. എന്തിനാ ചോദിച്ചാൽ പുരോഹിതൻ ചത്തോ ഇല്ലോ എന്ന് അറിയുന്ന എന്തടിച്ചാ? മണിയുടെ ശബ്ദം. ഇനി വേറെ കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാവരും ആരാ? പുരോഹിതരാ. എല്ലാവരും വചനം ഒന്ന് കൈയുയർത്തി പറഞ്ഞ്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്
വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗ്ഗമാണ്. അപ്പോൾ ഒരാൾ കർത്താവിനെ അറിഞ്ഞാൽ അവരുടെ ദേഹത്ത് എന്തോ കെട്ടിയിട്ടുണ്ട്, മണി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ എവിടെ പോയാലും എന്ത് കേൾക്കാം? മണി കേൾക്കാം. ഇതെപ്പോഴും ഓർത്തോണം. ആർക്കും എവിടെയും പോകാം, പക്ഷേ വിശ്വാസിക്കെങ്ങും പോകാനൊക്കത്തില്ല. എന്തോ കേൾക്കും? മണിനാദം കേൾക്കും. അപ്പം മണി കെട്ടിയാണ് ഓരോ വിശ്വാസിയും വിടുന്ന ഓർത്തോണം. എൻ്റെ സഭയിൽ ഒരു പയ്യനെ അവൻ രക്ഷിക്കപ്പെടും. നല്ല മിടുക്കനായിരുന്നു. എന്തോ കഞ്ഞി വെക്കാനും കറി വെക്കാനും എല്ലാം ഭയങ്കര ഉത്സാഹിയാണ്. പക്ഷേ ഇടയ്ക്ക് ഇച്ചിരി വെള്ളം അടിക്കും. അപ്പോൾ അവനൊരു ദിവസം പണ്ട് ബിവറേജ് ഉള്ള സമയത്ത് ബിവറേജിൻ്റെ മുമ്പിൽ പോയി ക്യൂ മേടിക്കാൻ നിൽക്കുക, കുപ്പി മേടിക്കാൻ നിൽക്കുക. അപ്പോൾ അതിൻ്റെ പുറകിൽ ഞങ്ങളൊരു പയ്യൻ അച്ഛനുണ്ട്, ഇച്ചിരി അടിക്കുന്ന അച്ഛനാണ്. പുള്ളി എന്നെ സ്നേഹത്തോടെ അളിയാന്ന് വിളിക്കും. ഞങ്ങൾ റാന്നിക്കാർക്ക് ഒരു കുഴപ്പമുണ്ട്, ഇച്ചിരി വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അളിയന്മാരാണ്. തിരുവനന്തപുരത്ത് അങ്ങനെയാണെന്ന് അറിയത്തില്ല. ഒരു കുപ്പി വന്നു, എല്ലാവരും ആരായി? അളിയനാകും. അപ്പോൾ ആ പുള്ളി എന്നെ വിളിച്ചു, അളിയാ. ഞാൻ ചോദിച്ചു, എന്താ അളിയാ? പിന്നെ പെട്ടെന്ന് വാ, എന്നാണ്? ഇട്ടിപ്പാറ വരണം, അവിടെ ബിവറേജ് അന്ന്. ഞാൻ ചെന്നിട്ട് എനിക്കിപ്പോൾ നേരമൊന്നുമില്ല, കാര്യം പറ. അവിടെ വന്നേ ഒക്കത്തുള്ളൂ. ഞാൻ ചോദിച്ചു, എന്തിനാണ് വരുന്നേ? അത് ഇന്നാരിവിടെ ക്യൂ കുപ്പി മേടിക്കാൻ നിൽപ്പുണ്ട്, നമ്മുടെ സഭയിൽ വരുന്ന ചാനപ്പെട്ട ആണോ? ഞാൻ പറഞ്ഞൊരു കാര്യം, ഞാൻ വരാം, അതുകൂടി ഒന്ന് നടക്കാം, അവൻ കാണട്ടെ, പിന്നെ വരാതിരിക്കുമല്ലോ, ഞാനിപ്പോൾ വന്നേക്കാം. ഞാൻ ചോദിച്ചു, അളിയൻ എവിടെ നിൽക്കുന്നത്? ഞാൻ അവൻ്റെ പുറകിൽ നിൽപ്പുണ്ട്. പുറകിൽ നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും കുപ്പി മേടിക്കാൻ നിൽക്കാം, പക്ഷേ ഇവനെവിടെ നിൽക്കരുത്. അളിയനെവിടെ നിൽക്കും, പക്ഷേ ഇവനിവിടെ നിൽക്കരുത്. എന്താ കാര്യം? അവൻ്റെ അറ്റത്ത് എന്തോ കെട്ടിയിട്ടുണ്ട്, മണി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അറിയണം, നമ്മുടെ ദേഹത്ത് എന്തോ ഉണ്ട്, മണിയുണ്ട്. സാധാരണഗതി പറയും, അപ്പൻ്റെ മാനമാണ് മക്കളുടെ മാനം, അപ്പൻ്റെ മാനം. വിശ്വാസിയുടെ മാനമാണ് സഭയുടെ മാനം. വിശ്വാസിയുടെ മാനമാണ് സഭയുടെ മാനം. അതുകൊണ്ട് എല്ലാ മക്കളും ഓർത്തോണം, എന്ത് കെട്ടിവെച്ചിട്ടുണ്ട്? മണി കെട്ടിവെച്ചിട്ടുണ്ട്. ഏത് പെണ്ണിനും പ്രേമിക്കാം, ഏത് പെണ്ണിനും ഇറങ്ങിപ്പോകാം. അതിനെന്താ? വ്യക്തി സ്വാതന്ത്ര്യമാണ്. 18 തികഞ്ഞോ പോകാം. ആരാ പഠിപ്പിച്ചേ? അത് ഓർത്തോണം. ഈ അടുത്തിടയ്ക്കൊരു സംഭവം ഉണ്ടായി. എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു, പെണ്ണ് പോയി. ഞാൻ ചോദിച്ചു, എത്ര വയസ്സായി? 17 ആയതുള്ളൂ, +2 പഠിക്കുക. ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ടിരുന്നു, ഒന്നും പേടിക്കണ്ട. 18 ആയില്ലല്ലോ? ഇല്ല. അവളെ പോലീസ് സ്റ്റേഷൻ, നിങ്ങൾ ആരോടും പറയുകയും ചെയ്യരുത്, പെണ്ണിൻ്റെ ഭാവിയാണ്. പഠിപ്പിക്കാം, മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുവരും, ചേംബറിൽ കൊണ്ടുവരിക്കാം, ആരും അറിയാതെ ഇറക്കിക്കോളാം. അവർ പറയും, എത്ര ആകട്ടെ, പ്രായപൂർത്തിയാകട്ടെ, സമാധാനമായി, നിങ്ങൾ എൻ്റെ കൊണ്ടത്തെ ഞാൻ ഇടപെടാം, നിങ്ങൾ കിടന്ന് ബഹളം വെക്കല്ലേ, അടിപൊളി ആക്കരുത്, ആരോടും പറയരുത്, ഇത് ഞാൻ ക്രമീകരിച്ചോളാം. നമ്മുടെ അത്യാവശ്യ സൗഹൃദങ്ങളൊക്കെ ഉപയോഗിച്ച് ഇത് ചെയ്യാം. ആരും അറിയാതെ പെണ്ണെ ഞാൻ വീട്ടിൽ കൊണ്ടുവരാം. അതിനെ മനസ്സ് മാറ്റുന്ന കാര്യം, അതിനെ രക്ഷപ്പെടുത്തുന്ന കാര്യം എനിക്ക് നിങ്ങൾ ആരും ബേജാറാകണ്ട, എന്നെ ഏൽപ്പിച്ചേരെ. എല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പൻ്റെ ഒരു ബന്ധു എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് കരഞ്ഞുകൊണ്ട്, ഇന്നലെ 18 അപ്പം പോലും അറിഞ്ഞില്ല. പക്ഷെ ചെറുക്കൻ അറിഞ്ഞു ഇന്നലെ. ഈ 18 ആയതുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ആരാ പറഞ്ഞേ? 18 ആയതുകൊണ്ട് എല്ലാം തികഞ്ഞു എന്ന് ഇവളോടൊക്കെ ആരാ പറഞ്ഞേ? അഹങ്കാരികളെ 18 പോയാൽ 19 കട്ട പുകയായിട്ട് തിരിച്ചു വരും. അതുകൊണ്ട് എവിടെ പോയാലും ഓർത്തോണം, നമ്മുടെ ദേഹത്ത് എന്തോ കെട്ടിയിട്ടുണ്ട്, മണി കെട്ടിയിട്ടുണ്ട്. അതൊരു റെസ്ട്രിക്ഷനാണെന്ന് ചോദിച്ചാൽ അതൊരു റെസ്ട്രിക്ഷനാണ്. ആർക്കും എന്തും ചെയ്യാം. പക്ഷേ വിശ്വാസിയാണോ? മണി കെട്ടിയിട്ടുണ്ട്. ഞാൻ പുരോഹിതനാണ്, എൻ്റെ ദേഹത്തൊരു മണിയുണ്ട്. 2022 നമുക്കൊരു കാര്യം തീരുമാനിക്കണം. ദൈവമേ, ദൈവനാമം ദുഷിക്കുന്ന ഒരു ശബ്ദവും കേൾപ്പിക്കാൻ ഇടയാകരുത്. ഇവിടെ കുറേ പേര് ഇരിപ്പുണ്ട്. ദൈവദാസന്മാർ പ്രസംഗിക്കുമ്പോൾ എന്തുണ്ട് കുറ്റമെന്ന് മാത്രം നോക്കാൻ. പാവം പിടിച്ച ഒരു ഉപദേശി പറഞ്ഞു, പെട്ടിയെടുത്ത് ബോഡി വെക്കാം. ഇതൊക്കെ പെട്ടിയെടുത്ത് മക്കളെ ആർക്കാ തെറ്റാത്തേ? പക്ഷെ അത് മാത്രം കട്ട് ചെയ്തിടുമ്പോൾ ഓർത്തോണം, ഇതിനു വേണ്ടി കുറേ പേര് ഇരിപ്പുണ്ട്. നമ്മളെല്ലാവരും പറയുന്നത് ഇതിലൊക്കെ വലിയ അബദ്ധം പറഞ്ഞിട്ടില്ലയോ? പെട്ടിയെടുത്ത് ചമ്മലുകളാണ് ജീവിതം എന്ന് പറയുന്നത്. എൻ്റെ ഒരു ചേച്ചി കല്യാണം കഴിഞ്ഞ് എന്നാൽ വീട്ടിലോട്ട് അമ്മച്ചി പറഞ്ഞിടി, ആ പുട്ടുകുടത്തി ഇച്ചിരി പുട്ട് വെച്ചേക്കാൻ. ചേച്ചി വെച്ചു. പുട്ടുകുടത്തി പുട്ട് വെച്ചിട്ട് അടുപ്പ് വെച്ചു. ഒരു തുടം വെള്ളം കുടകത്തില്ലായിരുന്നു. MSc ഗ്രാജുവേറ്റാണ്. പക്ഷെ ചേച്ചി പറഞ്ഞു, അമ്മച്ചി ചിരിച്ചു, അതുകൊണ്ടൊന്നും പറഞ്ഞില്ല. അടുത്ത് പിന്നെ പഠിച്ചു, പുട്ടുകുടത്തിൽ എന്തോ ഒഴിക്കണം, വെള്ളം ഒഴിക്കണം. മിസ്റ്റേക്സാണ് നമ്മളെ പഠിപ്പിക്കുക. പക്ഷേ ഇതെല്ലാം കൂടെ കൂടുന്നതാണ് ജീവിതം എന്ന് പറയുന്നത്. ചമ്മലുകളല്ലേ നമ്മുടെ ആകെ ജീവിതം. പിന്നെ തിരിഞ്ഞ് ചിരിക്കാൻ ഇതൊക്കെയല്ലേ ഉള്ളൂ. അപ്പം ചിരിക്കണമെങ്കിൽ തെറ്റ് പറ്റണം. പക്ഷേ എപ്പോഴും ഓർത്തോണം, ആ തെറ്റിനപ്പുറത്ത് എൻ്റെ ദേഹത്ത് എന്തോ കെട്ടിയിട്ടുണ്ട്, മണി കെട്ടിയിട്ടുണ്ട്. കര ഉയർത്തി ഒന്ന് പറഞ്ഞേ, ദൈവമേ, ദൈവനാമം ദുഷിക്കുന്ന ഒരു ശബ്ദം കേൾക്കാൻ നമ്മുടെ വിശ്വാസ സമൂഹത്തിന് ഇടയാകരുത്. ഇത് ലൈവ് കേൾക്കുന്നവരെല്ലാം എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണേ. ഒരു വാക്കറിയാതെ പറഞ്ഞു പോയാൽ മതി. ദൈവമേ, അതുകൊണ്ട് എന്നും പ്രാർത്ഥിക്കണം. അതരദ്വാരത്തിന് കാവൽ ചെയ്തോണേ കർത്താവേ. നമ്മളൊക്കെയാണ് ഈ ഫ്രീ മൈൻഡാണ്.
അല്ലാതെ സൂക്ഷിച്ച് ഇന്ന് വളരെ ഗൗരവപ്പെട്ടൊന്നും പറയാൻ എനിക്കൊന്നും അറിയത്തില്ല. നമ്മൾ വായി വരുന്ന കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന പോലെ തമ്പുരാനെ ഇങ്ങനെ ഫ്രീ ആയിട്ട് പറയുന്ന ആൾക്കാരാ. അത് എങ്ങനെ ഇരിക്കുകയാണ്? കര ഉയർത്തി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ശത്രുവിന് ആഘോഷിക്കാൻ ഒരു ശബ്ദം കേൾക്കാനിടയാകരുത്. ശത്രുവിന് ആഘോഷിക്കാൻ ഞാൻ വളരെ ശാന്തമായിട്ട് പറയുന്നെങ്കിലും എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയതല്ല. ശത്രുവിന് ആഘോഷിക്കാൻ ഒരു വഴി ഉണ്ടാകില്ല. കുഞ്ഞുങ്ങളെല്ലാം എഴുന്നേറ്റ് ചെയ്യുന്നേ. ഒരു 20 മക്കൾ, കല്യാണം കഴിക്കാത്ത മക്കൾ, കൊച്ചു പെൺപിള്ളേർ, ആൺപിള്ളേരെല്ലാം എഴുന്നേറ്റ് ചെയ്യുന്നേ. യൂത്ത്സ് അല്ലേ, കൈ ഉയർത്തി പിടിച്ച് പ്രാർത്ഥിച്ചേ. ഒരു നിങ്ങളുടെ മാനമാണ് സഭയുടെ മാനം. നിങ്ങൾ കല്യാണം കഴിച്ച് നിങ്ങളെ കെട്ടിച്ച് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് സ്റ്റേജിൽ കയറി എന്ന് പറയണം, ഈ കൊച്ച് ഞങ്ങളുടെ കൊച്ചാണ്, ഞങ്ങളുടെ വർഷിപ്പിലുള്ളതാണ്, ഞങ്ങളുടെ കൊയർ ടീമാണ്, ഞങ്ങളുടെ യൂത്താണ്, ഞങ്ങളെ ധൈര്യത്തോടെ അഭിമാനത്തോടെ പരിചയപ്പെടുത്തുക എന്നൊക്കെ പറയണം. അന്നൊരു ദിവസമുള്ളൂ മക്കളെ നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും നാട്ടുകാരുടെ മുമ്പിൽ ഞെളിഞ്ഞൊന്ന് നിൽക്കാൻ നിൽക്കുന്ന ദിവസം. നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും നാട്ടുകാരുടെ മുമ്പിൽ ഞെളിഞ്ഞ് നിൽക്കാൻ ഒക്കുന്ന വലിയൊരു ദിവസം നിങ്ങളുടെ കല്യാണമാണ്. അന്ന് അവരുടെ തല ഉയരണം. അതിന് മുമ്പ് ആരും ശബ്ദം കേൾപ്പിക്കല്ലേ. കേട്ടോ മക്കളെ? ശബ്ദം എവിടെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ ഇപ്പോൾ അത് കണ്ടിച്ച് കളഞ്ഞോണം. 2022 ശബ്ദം കേൾപ്പിക്കരുത്. കൈ ഉയർത്തിപ്പിടിച്ചേ. ഇവർക്ക് വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ലൈവിലുള്ള മക്കൾ എഴുന്നേറ്റ് നിന്നേ. ലൈവിലുള്ള മക്കൾ എഴുന്നേറ്റ് നിന്നേ. ഗൗരവമായിട്ട് ലൈവിലുള്ള മക്കൾ എഴുന്നേറ്റ് നിന്നേ. നിങ്ങളുടെ പേരൻസിനോട് പറ പ്രാർത്ഥിക്കാൻ. അല്ലെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയൊക്കെ എടുക്ക പോയി നിന്ന് പ്രാർത്ഥിച്ചേ. കുഞ്ഞുങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചേ. ദൈവനാമം ദുഷിക്കുന്ന ഒരു ശബ്ദം കേൾക്കരുത്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ രക്തം ഇവർക്ക് അടയാളം കാവലുമായിട്ടിരിക്കട്ടെ. ഈ മക്കളുടെ ഭാഗത്തുനിന്ന് ദൈവനാമം ദുഷിക്കുന്ന ഒരു ശബ്ദം കേൾക്കാൻ ഇടയാകാതെ, പ്രിയരെ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭവും സുഖവുമായിരിക്കുന്ന കേൾക്കുവാൻ ഇടയാക്കണം. അനുഗ്രഹിക്കുന്ന ഈ മക്കളെ യേശുവിൻ നാമത്തിൽ ആമേൻ. അടുത്തിരിക്കുന്ന ആളെ നോക്കി പറഞ്ഞേ, മണി കെട്ടിയിട്ടുണ്ടെന്ന്. ചുമ്മാ അങ്ങ് പറഞ്ഞു മണി കെട്ടിയിട്ടുണ്ട്. അല്ല, ഇനി പിള്ളേരെ പറഞ്ഞുകൊണ്ട് വലിയൊരു സേഫ് ആകണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി പറഞ്ഞു മണി കെട്ടിയിട്ടുണ്ടെന്ന്. ചുമ്മാ ഒക്കെ പറഞ്ഞു. ഭാര്യയും ഭർത്താവും കൂടെ വഴക്കുണ്ടാക്കുമ്പോൾ ഓർത്തണം, എന്തോ കെട്ടിയിട്ടുണ്ട്, മണി കെട്ടിയിട്ടുണ്ട്. പിള്ളേരെ ശബ്ദം ഉയരുമ്പോൾ ഓർത്തണം, എന്ത് കെട്ടിയിട്ടുണ്ട് ഇരുന്നു. ഏഫോദിൻ്റെ അറ്റത്തൊരു മണി. എന്തിനായി മണി കെട്ടിയേ? കേൾക്കാൻ. അതുകൊണ്ട് സൂക്ഷിച്ച് പുരോഗതി നടക്കാനൊക്കെ. സംഭവം ഭയങ്കര ഗുമ്മ, വൈഡൂര്യം, മരതകം, മാണിക്യം, വജ്രക്കല്ല്. പക്ഷേ മണിയുണ്ട്. മണി. എന്നിട്ട് എന്തിനാ ഈ മണി എട്ടിയേക്കുന്നേ? അതാണ് വലിയൊരു അത്ഭുതം. അതിൻ്റെ 35 ശുശ്രൂഷ ചെയ്യില്ല, അകലം ധരിക്കണം. യഹോവയുടെ മുമ്പാകെ വിശുദ്ധമന്ദിൽ കിടക്കുമ്പോഴും പുറത്തു വീഴുമ്പോഴും അവൻ മരിക്കാതിരിക്കേണ്ടതിന് ശബ്ദം കേൾക്കണം. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നത് ഒരു അപകടമാണെന്ന് നമുക്ക് തോന്നിയാലും, അസ്വാതന്ത്ര്യമാണെന്ന് തോന്നിയാലും, പിന്നെ ഗുണമുണ്ട്. നാം പാപം ചെയ്ത് ചത്തുപോകാതിരിക്കാൻ ദൈവം തമ്പുരാൻ കെട്ടിവെച്ച മണിയാ. ഇതൊരു സുഖമാണ് അല്ലേ? ഇതൊരു നല്ലതാണ്. എന്ത് കേൾക്കണം? അതിൻ്റെ ശബ്ദം കേൾക്കണം. ഇനിയും തങ്കം കൊണ്ട് ഒരു പട്ടം ഉണ്ടാക്കി അതിൽ യഹോവയ്ക്ക് വിശുദ്ധമെന്ന് മുദ്രകൊത്തായി വെക്കണം. പുരോഹിതന് അതിൻ്റെ മുടിമേലിരിക്കേണ്ട നീലച്ചേർട്ട് കൊണ്ട് കെട്ടണം. മുടിയുടെ മുൻഭാഗത്ത് ഇരിക്കണം. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല വിശുദ്ധ വഴിപാടുകളും ശുദ്ധീകരിക്കുന്ന വിശുദ്ധ വസ്തുക്കളുടെ കുറ്റം വഹിക്കേണ്ടത്. ഇനി ഹൃദയത്തിൽ വഹിക്കണം, ചുമലി വഹിക്കണം. ഇനി എവിടെ വഹിക്കണം? കുറ്റം വഹിക്കണം. അപ്പം ജനത്തിൻ്റെ കുറ്റം വഹിക്കേണ്ടത് ആരാ? പുരോഹിതൻ. ചെറിയ കാര്യമല്ല മക്കളെ. അതുകൊണ്ടായി പലരും അകാലത്തിൽ പ്രായമായി പോകുന്നത്. സത്യം വഹിക്കുക. നിങ്ങൾ നോക്കുമ്പം മാണിക്യം, മരതകം, വൈഡൂര്യം, വജ്രക്കല്ല് അടിച്ച് പൊളിച്ച് വരിക. പക്ഷേ വഹിച്ച് കുറ്റം വഹിക്കണം. ഇത് നെറ്റിയിരിക്കണം, ഇതെല്ലാം ധരിക്കണം. അപ്പോൾ ഇത്രയും ധരിച്ചുകൊണ്ട് പുരോഹിതം വരുമ്പോൾ എന്തൊരു ഗുമ്മായിരിക്കും. അതുകൊണ്ട് എല്ലാവരും വരുമ്പോഴേ ചെന്ന് നേരത്തെ പറയും, ഞങ്ങളുടെ കല്യാണത്തിന് പാസ്റ്റർ വരണം. എന്താ കാര്യം ചോദിച്ചാൽ, പാസ്റ്റർ അവിടെ വരുന്ന ഒരു അരങ്ങാണ് ഇത്രയെല്ലാം വെച്ചോണ്ട്. ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുമ്പോൾ ഇത് വേണ്ടേ? അപ്പോൾ അതിന് പാസ്റ്ററെ നേരത്തെ ബുക്ക് ചെയ്യണം. പാസ്റ്റർ ഡയറി നിറച്ച് കല്യാണം. ഇനി ശവടക്കിനാണെങ്കിലും ശവത്തിന് ഒരു ഗുമ്പ് വേണ്ടേ? അപ്പോൾ അതിനും ആര് വേണം? പാസ്റ്റർ വേണം. പാസ്റ്ററൊക്കെ വരുന്ന വലിയ സംഭവമാണ്. പ്രധാനം സുറു ചെയ്യണം, ഗുമ്മ. പക്ഷേ ഇതെല്ലാം പുരോഹിതം ധരിക്കണം. കാണുമ്പോൾ ഭയങ്കര സംഭവമാണ്, പുറത്ത് നോക്കുമ്പം പുറത്ത് നോക്കുമ്പോൾ ആരാ? ഭയങ്കര പ്രിൻസിപ്പാൾ സാരാ, പ്രിയങ്കരൻ, ഭയങ്കരൻ.
സന്തോഷം, എല്ലാവർക്കും സന്തോഷമാണ്. പ്രിൻസ് പാസ്റ്ററുടെ വിശ്വാസികളാകണമെന്ന് ആഗ്രഹിക്കുന്നവരാ, എല്ലാം സന്തോഷം. പക്ഷേ ഇതെല്ലാം പുരോഹിതനെ ധരിപ്പിക്കണം. എന്നിട്ട് പുരോഹിതനോട് തമ്പുരാൻ പറഞ്ഞു, ഇതെല്ലാം ധരിച്ചിട്ട് ഇനി ഞാൻ പറയുന്നത് അൺപാർലമെൻ്ററി അല്ലെങ്കിൽ ഇച്ചിരി ലോക്കൽ ലാംഗ്വേജ് ആയിപ്പോയെങ്കിൽ എന്നോട് ഒന്ന് ക്ഷമിക്കണം. നിങ്ങളുടെ സഭയിൽ എനിക്കൊരു സ്വാതന്ത്ര്യം തോന്നുന്നുണ്ട് പറയുക. ഇതെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, ഇതെല്ലാം നീ ഉണ്ടാക്കണം, നടുക്കെട്ട്, തലപ്പാവ് എല്ലാം ഉണ്ടാക്കണം. എന്നിട്ട് ഏറ്റവും കൂടി എന്തോ ചെയ്യണമെന്നറിയാം, 42 അവിടെ നഗ്നത മറപ്പാൻ ചണനൂൽ കൊണ്ട് കാൽച്ചട്ട ഉണ്ടാക്കണം, അര തുടങ്ങി തുട വരെ. എന്തായിരിക്കും ചണനൂൽ കൊണ്ടെന്ന് പറയുമ്പോൾ എന്താ? ചാക്കാണ്. മേളി ഭയങ്കര ധൂമനൂൽ, പഞ്ഞനൂൽ, പൊന്ന്, മരതകം, വൈഡൂര്യം, മാണിക്യം എല്ലാം ഉണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ അകത്തിടുന്നത് അര തൊട്ട് മുട്ടുവരെ എന്നാ എഴുതിയിരിക്കുക. അര തൊട്ട് മുട്ടുവരെ ഇടണം. എന്തിടണം? ഇന്നറിടണം. പച്ച മലയാളത്തിൽ അണ്ടർവെയർ ഇടണം. അണ്ടർവെയർ ഇന്ന് വരെ ആരെങ്കിലും ചാക്കുകൊണ്ട് തയ്ച്ചിട്ടിട്ടുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ഒരു ചാക്ക് തയ്ച്ചിട്ട് നോക്കുക. ഒന്നും വേണ്ട. എന്നോടൊരാൾ പറഞ്ഞു, ഒരു കാൽനട പ്രചരണ ജാഥയ്ക്ക് പോയി 10 കിലോമീറ്ററോ 20 കിലോമീറ്ററോ നടന്നു. 2 ദിവസം കൊണ്ട് എഴുന്നേറ്റ് കിടക്കാൻ പോയി, തുടയെല്ലാം പൊട്ടിപ്പോയി. കാരണം നടന്ന് തുട ഉരഞ്ഞ് മുറിഞ്ഞു പോയി. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും ഇന്നർ ഇടുന്നത് കട്ടിയുള്ളതാണോ സോഫ്റ്റാണോ? ഏറ്റവും സോഫ്റ്റാണ് എല്ലാവരും ഇന്നർ ഇടുക. പക്ഷെ പുരോഹിതൻ്റെ ഇന്നർ എന്താണ്? ചണനൂല് കൊണ്ടുള്ള ഇന്നറാണ്. ഈ ചണനൂല് കൊണ്ടുള്ള ഇന്നർ ഇട്ട ഒരു കുഴപ്പമുണ്ട്. ഇതിടുമ്പം ഒന്നീ ചൊറിയും. ചാക്കയെ പിടിച്ചാൽ എന്തോ പറ്റും? എടുത്ത് എല്ലാം തയ്പ്പിച്ചിടുക, ചൊറിയും, അല്ലെങ്കിൽ മുറിയും, നീറുമ്പോൾ ഈ ധൂമർനൂലും എന്താണ് നരതകവും മാണിക്കും മജ്ജർക്കല്ലും എല്ലാം ഇട്ടുകൊണ്ട് വന്ന് കല്യാണം നടക്കിനിടയ്ക്ക് ചൊറിയാൻ ഒക്കുവോ? നീറിപ്പോകഞ്ഞ് അതിനിടയ്ക്ക് സ്റ്റേജിൽ AC കാണത്തില്ല. ചൊറിഞ്ഞ് നിൽക്കാൻ ഒക്കുവോ? ഇല്ല. പക്ഷേ ഈ പുരോഹിതൻ്റെ ദേഹത്ത് എപ്പോഴും ഒരു നീറ്റലുണ്ട്. അതാരും കാണാത്തൊരു നീറ്റലാണ്, അരയോട് പറ്റിയുള്ളൊരു നീറ്റൽ. അതെന്തിനായിരിക്കാം? 2-3 കാര്യങ്ങളോടുണ്ട്. ഞാൻ കണ്ട പല പുരോഹിതരുടെയും നീറ്റലുള്ളവരാ. എൻ്റെ അപ്പൻ 50 വർഷം ശുശ്രൂഷിച്ചു, 50-52 വർഷം. അഹങ്കാരം പറയല്ല. എന്നാൽ ചെറിയൊരു അഭിമാനത്തിൽ പറയട്ടെ, ഒരു തുണ്ട് വസ്തു താൻ ദൈവനാമത്തിൽ തനിക്ക് വേണ്ടി മേടിച്ചിട്ടില്ല. ഉള്ളത് മുഴുവൻ സഭയ്ക്ക് എഴുതി കൊടുത്തു. ഒരായുസ് കൊണ്ട് ഒത്തിരി ഹോള് വെച്ചു, ഒത്തിരി ശവക്കോട്ട് വെച്ചു. പക്ഷേ 25 വർഷം നോക്കിയിരുന്നു, പെങ്കൊച്ച് ചാകുമോ. രാത്രി ഫോൺ വരുമ്പം പേടിച്ചെടുക്കുക. 25 വർഷം. എൻ്റെ ചോദ്യം അതായിരുന്നു, പാപമാണെങ്കിൽ ക്രൂശി മാറത്തില്ലേ? ശാപമാണെങ്കിൽ ക്രൂശി മാറ്റാത്ത ശാപമുണ്ടോ? പിന്നെന്തിനാ ഒരപ്പനിങ്ങനെ മോടെ മരണം മുന്നിൽ കണ്ട് നീറി മരിച്ചേ? ഒരു നീറ്റൽ, ആരും കാണാത്തൊരു നീറ്റൽ. എൻ്റെ അപ്പൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. ഒരു ദിവസം അവരൊന്നിച്ച് കുടിച്ച് നടന്ന ഒരു ദിവസം ഒരു കുപ്പി ഇവരെല്ലാം കൂടെ ഒരു കുടം കള്ള് കുടിക്കാമെന്നാണ് പറയുക. അതിൽ ഏറ്റവും കൂടുതൽ കുടിക്കുന്ന എൻ്റെ അപ്പനായിരുന്നു. കുടി നിർത്തി. അപ്പോൾ അവസാനമായപ്പം തീരെ വയ്യാതായി. എൻ്റെ അപ്പൻ്റെ ഫസ്റ്റ് കസിൻ, അവരൊരു പ്രായക്കാരോ, 1 വയസ്സൊക്കെ വ്യത്യാസം, ചോല മാഹുക്കളാണ്. ഇവരെല്ലാം ഭയങ്കര സൈസുകളാണ്. ഇവർ വന്നിട്ട് പറഞ്ഞു, എടാ പോയി നിനക്ക് വയ്യാടാ? ഇല്ല. എടാ അതെന്നാ പറ്റിയും ചോദിച്ചാൽ നമ്മൾ എന്നും ഇച്ചിരി അടിക്കണോടാ, എന്നാൽ നമ്മുടെ ഹാർട്ട് ഇങ്ങനെ ശരിക്കും ഫങ്ഷൻ ചെയ്തു. ഞാനിപ്പോഴും ഇന്നലെ ഒരു കുപ്പിയും ഒരു ചിക്കനും തിന്നും. ആടാടാ നമ്മുടെ ബലം, നീ ചുമ്മാ ഇച്ചിരി അടിക്കടാ, ഇങ്ങനെ ഇരുന്ന് വലിക്കാതെ. മദ്യം നിർത്തി അപ്പനോട് ഒന്ന് പറയുമ്പോൾ എന്നും ഒരു ബ്രാൻഡ് കഴിച്ചവൻ ഒരു കുഴപ്പമില്ലത്. പക്ഷെ അന്നത്തെ ബുദ്ധിമുട്ടി മിലിറ്ററി കോട്ട വേണ്ടാന്ന് വെച്ചവൻ എഴുന്നേറ്റ് അടക്കാൻ വയ്യ. എന്താ നീറ്റൽ എന്നെ ചോദ്യപ്പെടുത്തി. വ്യക്തിപരമായ ലൈഫിൽ വല്ലാത്ത നീറ്റലിലൂടെ എളിയവനും പോയി. സോറിയാസിസ് വന്നു, പെങ്ങളുടെ മരണം, പൊട്ടി 100 ദിവസം ആശുപത്രി കിടന്ന് നീറി എൻ്റെ പെങ്ങൾ മരിച്ചു.
50 വർഷം ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഞാൻ തമ്പുരാനോട് ചോദിച്ചു, ദൈവം എന്നോട് ഈ ഭാഗം പറഞ്ഞു, ഒരു നീറ്റിലാണ് പുരോഹിതൻ്റെ വിജയം. ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും. എൻ്റെ ശുശ്രൂഷയിൽ എത്രയോ പേരുടെ ക്രിയാറ്റിൻ ലെവൽ കുറഞ്ഞിട്ടുണ്ട്. എൻ്റെ അപ്പൻ്റെ അടുക്ക വന്ന് എത്ര പേരുടെ കിഡ്നി സൗഖ്യമായിട്ടുണ്ട്. അവർ പലരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ തൻ്റെ മകൾ നീറി മരിച്ചു. ചോദ്യങ്ങളുമായി ഞാൻ തമ്പുരാൻ്റെ അടുക്ക വന്നപ്പം തമ്പുരാൻ പറഞ്ഞു, ആർക്കും ഇല്ലാത്തൊരു നീറ്റലുണ്ടോ? ഒരു കാര്യമുണ്ട്, ആര് വരുന്നവൻ്റെ നീറ്റിനെ മനസ്സിലാക്കാൻ ഹൃദയമുണ്ടാവും. നീറ്റലുള്ളവനെ നീറ്റല് മനസ്സിലാകത്തുള്ളൂ. ക്ഷമിക്കണേ, ഇന്ന് രക്ഷിക്കപ്പെട്ടു, നാളെ കൃപാവരം കിട്ടി, ഒരു ദൂത് പറഞ്ഞു, അതങ്ങൊത്തു, അതോടുകൂടി വാർത്തയായി. പിന്നെ ഗൾഫ്, അമേരിക്ക, കാനഡ, 365 ദിവസം ശുശ്രൂഷ, പിന്നെ കാറ്, വീട്, ഫ്ലാറ്റ്. ഇവർ കയറി നിൽക്കുമ്പം ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാവും. പക്ഷേ ഹൃദയത്തെ തൊടുമെന്ന് എനിക്ക് സംശയമാണ്. പക്ഷേ നീറി വന്ന ദൈവദാസന്മാരുണ്ട്, അവരൊരു വാക്ക് പറഞ്ഞാൽ ജീവൻ വ്യാപരിക്കും. ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും. എന്താ ചോദ്യത്തിനൊപ്പം എല്ലാവരും അനുഗ്രഹത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ എളിയവൻ പലപ്പോഴും തമ്പുരാനോട് ചോദിച്ചു, സഭയ്ക്ക് ഒരു പ്രയോജനം ചെയ്യാത്ത, ശുശ്രൂഷയിൽ അത്യാവശ്യം കൊണ്ട് നേട്ടങ്ങൾ മാത്രം ഉണ്ടാക്കിയിട്ടുള്ള മക്കൾ എഞ്ചിനീയർ, ഡോക്ടർ, പക്ഷെ ഒരാഴ്ച കഷ്ടപ്പെട്ട ഒത്തിരി പേരുടെ മക്കൾ എങ്ങും എത്താൻ നിൽക്കുമ്പോൾ പാപമാണോ? ആണെങ്കിൽ ഒരാളെ കൊണ്ടുവരണം. ശമൂവേല, ദാൻ മുതൽ ബർശബ വരെ വിശ്വസ്ത പ്രവാചകനെ. പക്ഷേ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ശമ്മൂവേലിൻ്റെ പുസ്തകത്തിൽ 7-ാമത് അധ്യായത്തിൽ വരുമ്പോൾ യോവേലും അബിയാവും കൈക്കൂലി മേടിച്ചു ദുരാഗ്രഹികളായി. ഞാൻ തമ്പുരാനോട് ചോദിച്ചു, ശമൂവേൽ വിശ്വസ്തനല്ലേ? വയസ്സാം കാലത്ത് മൂപ്പന്മാർ വന്നിട്ട് പറഞ്ഞു, നിൻ്റെ മക്കൾ വഴി നടക്കുന്നില്ല. ശമൂവേലിനെ വിളിച്ച് ഞാൻ ചോദിച്ചു. ശമൂവേൽ പറഞ്ഞു, ഞാൻ ഇന്ന് വരെ നയാ പൈസ കൈക്കൂലി മേടിച്ചിട്ടില്ല. പിന്നെ ഇതെന്താ? അറിയില്ല, ചണനൂൽ കൊണ്ടുള്ളൊരു കാൽച്ചട്ട. എന്തിനാ? ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും. ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും. 2, യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങളുടെ കഷ്ടങ്ങളിൽ ഞങ്ങൾ അനുഭവിച്ച ആശ്വാസം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആർക്കുമില്ലാത്തൊരു വേദനയെ കൂടെ കടന്നു പോവുകയാണെങ്കിൽ, ആർക്കുമില്ലാത്തൊരാശ്വാസം ആരെയും ആശ്വസിപ്പിക്കാൻ കഴിയും. ഞങ്ങളുടെ ഒരു പാസ്റ്റർ മരിച്ചുപോയി, പാസ്റ്റർ റജി വർഗീസ്, ശക്തനായ കൺവെൻഷൻ പ്രാസംഗികൻ. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അന്നത്തെ ഉയർന്നു വന്ന ഒരു താരം പോലെ ഒരു കാലഘട്ടത്തിൽ മലങ്കരയിൽ, അന്ന് ആ സമയത്ത് അധികം ഈ സോഷ്യൽ മീഡിയ സജീവമല്ല, കൺവെൻഷൻ വേദികളിലെ സ്ഥിര സാന്നിധ്യം. ചെറുപ്പക്കാരൻ MC റോഡിൽ ആക്സിഡൻറ്റിലെ ചെറുപ്പക്കാരൻ മരിച്ചു. വലിയ ആഘോഷമായി അദ്ദേഹത്തെ ഞങ്ങൾ അടക്കി. തിരുവല്ലായി കൊണ്ടുവന്ന് പൊതുദർശനം വെച്ചു, എളിയവൻ്റെ സ്ഥലത്ത് കൊണ്ടുവച്ചു. ആയിരങ്ങൾ തിങ്ങിക്കൂടി. അവസാനം മുണ്ടക്കയത്തോട്ടൊക്കെ വിലാപയാത്ര പോയപ്പോൾ ടൗണൊക്കെ നിശ്ചലമായി. മണിക്കൂറുകൾ, 100 കണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ ഒരു രാജാവിനെ കൊണ്ടുവന്ന പോലെ കൊണ്ടുപോയി അടക്കി. അടക്കം കഴിഞ്ഞപ്പോൾ അന്നേരം എൻ്റെ പിതാവ് പറഞ്ഞു, പെട്ടെന്നൊരു മീറ്റിംഗ് കൊണ്ട് വിളിച്ചു കൂട്ടി, കുടുംബത്തെ ഉദ്ധരിക്കണം. അന്ന് ഒറ്റ ദിവസം കൊണ്ട് 20 ലക്ഷം രൂപ ടാർഗറ്റ് ഇട്ട് ഞാൻ ആ കമ്മിറ്റിയുടെ സെക്രട്ടറി. അതിനുവേണ്ടി ഓടിയ ഒരാൾ ഞാനായിരുന്നു. അങ്ങനെ അവരുടെ വേണ്ട ഉദ്ധാരണത്തിനുള്ള മുഴുവൻ പൈസയും ഞങ്ങൾ റേസ് ചെയ്തു. മിടുക്കി മോളെ പഠിപ്പിക്കാൻ, +2 കഴിഞ്ഞ മോളെ പഠിപ്പിക്കാൻ 4 വർഷത്തേക്കിന് ജോസ്കോ സ്ഥാപനത്തിൽ പോയിരുന്ന് അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഓരോ വർഷത്തെ ഫീസ് കൃത്യമായി വരുന്ന പോലെ ബാങ്കുമായിട്ട് ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ചാർട്ടേഡ് അക്കൗണ്ടിനെ വെച്ച് ഞങ്ങൾ എത്ര രൂപ പലിശ കൂട്ടിയാൽ കൂടെ വരുമ്പോൾ ആ വർഷത്തെ ഫീസാകും. 4 വർഷത്തെ ഓരോ ഫീസ് ഇട്ടു. പിന്നെ അതിനെ കെട്ടിക്കാനുള്ള പൈസ ഇട്ടു. പിറ്റേ ദിവസം വർഷം ഏതാണ്ട് അതേ ദിവസം വീട്ടിൽ വന്നിട്ട് ജോസ്കോയിലേക്ക് തിരിച്ചു പോയ മോളെ കസിൻ സ്കൂട്ടറെ കൊണ്ടുവിടുമ്പോൾ ഒരു കട്ടറി ചാടി
വണ്ടിയൊന്നും തെന്നി, ഇവള് വീണു, തല പുറകോട്ടടിച്ചു, എറണാകുളം വരെ എത്തിച്ചു, മരിച്ചുപോയി. കൃപ മരിച്ചു. ഇത്രയില്ല. കൃപയെ വീട്ടിൽ കൊണ്ടുവച്ചു. ഞങ്ങൾ ചർച്ചയിൽ കൊണ്ടുവന്നു, ഇതുപോലെ കൊണ്ടുപോയി. ആളുകൾ ഒഴുകുകയാണ്. കൃപ മോളെ വീട്ടിൽ കൊണ്ടുവച്ചു. അപ്പം ഞങ്ങളൊരു പ്രായമുള്ള അപ്പച്ചയുണ്ട്. അപ്പച്ചയുണ്ട് പറഞ്ഞപ്പം, സോനെ ഞാൻ ഇങ്ങനെയുള്ളതൊന്നും മാറത്തില്ല. അന്ന് എനിക്ക് കുറച്ചുകൂടെ ഞാൻ ഫ്രീയുമാണ്. മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടായി പിന്നെ എനിക്ക് മാറാൻ പാടാ. എന്നോട് അപ്പച്ചൻ വന്ന് പറഞ്ഞു, മോനെ നീ വല്ലവരോടൊക്കെ പറയടാ. ഞാൻ പറഞ്ഞു, എൻ്റെ അപ്പച്ചൻ ഞാനെന്താ പറയുക. അപ്പോൾ ഒരു അപ്പച്ചൻ എന്നോടൊന്ന് ചോദിച്ചു, ഇതിൻ്റെ ആരാ നടത്തിപ്പ്? എന്നാ അപ്പച്ച, കുറച്ച് സമയം വേണം. എൻ്റെ പൊന്നപ്പച്ച എടുക്കുക, എത്ര വെള്ളം എടുക്കുക, എന്ത് സമയം എടുക്കപ്പച്ച. അപ്പച്ച എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഞാൻ ഇവിടെ ആരെയും അറിയത്തില്ല. അപ്പം നിങ്ങൾ ചോദിക്കും ഞാൻ പിന്നെ എന്തിനാണ് വന്നെന്ന്. അത് പറയാം, അത് പറഞ്ഞിട്ട് പറയാം. ഞാൻ പത്രം എടുത്ത് നോക്കും, പിള്ളേർ വല്ലതും മരിച്ചിട്ടുണ്ടോ. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ കുഞ്ഞ് മരിച്ചു, അതിന് വന്നാ. അപ്പം നിങ്ങൾ ചോദിക്കും ഞാനെന്തിനാണ് വന്നെന്ന്. എനിക്കിതുപോലൊരു പുന്നാര മോളുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ രാവിലെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് എൻ്റെ സ്കൂട്ടറിൽ അവിടെ എനിക്ക് ടാറ്റ തന്ന് മുത്തം തന്ന് കയറി നിന്നിട്ട് ആ സ്റ്റെപ്പിൽ നിന്ന് തിരിഞ്ഞ് നോക്കി, വീണ്ടും ടാറ്റ കാണിച്ചിട്ട് പോയി. അന്ന് എന്തോ ഒരു വാക്സിൻ ആ സ്കൂളിലെടുത്തു, അത് അവൾക്ക് അലർജിയായി. വൈകിട്ട് ഞാൻ കാണുമ്പം തൊലിയെല്ലാം ബേസ്റ്റ് ഔട്ടായി മരിച്ച് വിറങ്ങലിച്ച എൻ്റെ മോടെ ശരീരമാണ്. പക്ഷെ അന്ന് തൊട്ട് ഞാനൊരു ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങൾ മരിച്ചിടത്തൊക്കെ പോവും, പത്രത്തിൽ നോക്കാം. അങ്ങനെ വന്നാ എന്നിട്ട് അമ്മയെ നോക്കി പറഞ്ഞു, മോളെ നിൻ്റെ പേരെന്നാ? എൻ്റെ മോളെ നിൻ്റെ മോളെയൊക്കെ നമ്മളിങ്ങനെ മാലാകമാരെ പോലെ കാണുന്ന ഒരു ദിവസമുണ്ട്. സങ്കടപ്പെടല്ലേ മക്കളെ. എന്നിട്ട് അപ്പച്ചനൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. പിന്നെ ആ വീട്ടിൽ വ്യാപരിച്ച ഒരു ദൈവസാന്നിധ്യമുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി, ആർക്കും ഇല്ലാത്തൊരു നീറ്റിലുള്ളവർക്ക് ഏത് നീറ്റിലുള്ളവരെ ആശ്വസിപ്പിക്കാൻ അവരുടെ കൈകളിൽ ദൈവം ദൂത് കൊടുത്തിരിക്കുക. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരാൾക്കും ഇല്ലാത്തൊരു നീറ്റൽ നിങ്ങൾക്കുണ്ടെങ്കിൽ യു ആർ സ്പെഷ്യൽ, യു ആർ പ്രിവിലേജ്ഡ്. ഇതിനാ അവരിൽ ജീവനുണ്ടാകാൻ നമ്മളെ മരണം. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു പാസ്റ്റർ മരിച്ചുപോയി. ലൈവിൽ പറയുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ടില്ല. മരിച്ചത് നെഞ്ചു പൊട്ടിയാണ് മരിച്ചേ. രാവിലെ ചർച്ചിൽ ചെന്നപ്പോൾ, സൺഡേ സ്കൂളിന് ചെന്നപ്പോൾ അവിടുത്തെ ഒരു അച്ചായൻ പറഞ്ഞു, നിനക്കൊക്കെ പ്രസംഗിക്കാൻ അറിയാമോടാ, പോയി പെട്ടിക്കട നടത്താൻ. ആ മനുഷ്യന് ക്രോണിക് ഡയബറ്റിക് ആയിരുന്നു, എൻ്റെ സുഹൃത്താ, നെഞ്ചു പൊട്ടി. അവനൊന്നും മിണ്ടിയില്ല, എങ്ങനെയൊക്കെ യോഗം നടത്തി. എന്നിട്ട് അടുത്ത വീട്ടിൽ ചെന്ന് ചോറുണ്ടിറങ്ങിയപ്പോൾ അവിടെ പ്രാർത്ഥിച്ചു പോലും, പിതാവേ എന്തെങ്കിലും കുഴപ്പം വന്നാൽ ദോഷം വരുമ്പോൾ ഈ കുടുംബത്തെ ഒഴിച്ചോണം. ഇവരെന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഉണ്ട വീട്ടിൽ നിന്ന് അത് പറഞ്ഞിട്ട് പോയി. അന്ന് വൈകിട്ട് ഈ പാസ്റ്ററുടെ മുഖം കറക്കുന്നു. വീട്ടിൽ ചെന്ന് പറഞ്ഞ്, ഇനി അടുത്ത ആഴ്ച പോകുമ്പം പിള്ളേരെ ഒരിക്കലും അവിടെ കൊണ്ടുപോകല്ലേ. അതെന്നാ, അവരുടെ മുമ്പിൽ വെച്ച് എന്നെ വല്ലതും പറഞ്ഞാൽ പിന്നെ അവർ ഒരിക്കലും പാസ്റ്റർമാരാകത്തില്ല. നമ്മളിതൊക്കെ അങ്ങ് വഹിക്കണ്ടേ. രാത്രി എൻ്റെ സുഹൃത്തിനെ വിളിച്ചു, മുഖം ഇരുളുന്നു, എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. അദ്ദേഹം എന്നെ വിളിച്ചു, പാസ്റ്റർ ബാബു, അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലാണ്. ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഞാൻ ഇത്തിരി ദൂരത്താണ്, പക്ഷെ നമ്മുടെ സുഹൃത്തല്ലേ, എവിടെയെന്ന് വെച്ചാൽ കൊണ്ട് പണം നോക്കരുത്, നമ്മുടെ സഹോദരനല്ലേ. പുള്ളി പെട്ടെന്ന് കാരിത്താസി എത്തിച്ചപ്പോൾ കാർഡിയാക് അറസ്റ്റ് കഴിഞ്ഞ് 24 മണിക്കൂറായി, നെഞ്ച് സെപ്റ്റിക്കായി, വെന്റിലേറ്ററിൽ കയറി, നെഞ്ച് പൊട്ടി. എൻ്റെ ദാസൻ മരിച്ചുപോയി. അടക്കം കഴിഞ്ഞ് ഒരു മലയുടെ മുകളിൽ നിൽക്കുക, ഞങ്ങൾ താഴെ ഞങ്ങളുടെ യൂത്ത് എല്ലാം കൂടെ നിൽക്കുക. അപ്പോൾ ഞാനന്ന് അവിടെ ഇന്നുകൊണ്ട് പറഞ്ഞു, ഓട്ടോക്കാർ അവരുടെ ഭരിച്ചാൽ ചിലവെല്ലാം CITക്കാരാ. ഞാൻ പാർഷന്മാരുടെ വരെല്ലാം വിളിച്ച് പറഞ്ഞു, പിരിവന്നേ. ഞാനൊരു കൊട്ടേഷൻ പിരിവെടുത്തു, 100 രൂപ, 50 രൂപ, എത്ര. ഇത് പാർഷ മരിച്ച ചിലവ് പാർഷന്മാരുടെ യൂണിയനാ, നെഞ്ചു പൊട്ടിച്ചത്താ പൈസ എന്നേ. പിരിവെല്ലാം പാർഷന്മാരുടെ വകയായിട്ട് സവട. ഞാൻ എല്ലാ പാർഷന്മാരുടെയും പിടിച്ച് മേടിച്ച് പൈസ തരാൻ മടിച്ചോട് പറഞ്ഞു, താനും ചത്താ വല്ലവരും ഉണ്ടോ? നമ്മളൊക്കെ അല്ലുള്ളൂ. ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഇനിഷ്യേറ്റീവ് എടുക്കണ്ടേ. ഒരാവേശം തോന്നി. അടക്കം കഴിഞ്ഞാൽ ഭാര്യ അവിടെ ഫെയിൻ്റായി, ആരും നോക്കിയിട്ട് എഴുന്നേൽക്കുന്നില്ല. പക്ഷെ ഞാൻ താഴെ നിന്നൊരു കാഴ്ച കണ്ടു. മരിച്ചുപോയ റജിപ്പാസ്റ്റർ ഭാര്യയെന്ന് ഈ സഹോദരിയെ കൈ കൊടുത്ത് എഴുന്നേച്ചപ്പോൾ തന്നെ അവരെഴുന്നേക്കുന്നു. ആ വിധവ ഈ വിധവയെ ഇങ്ങനെ താങ്ങിക്കൊണ്ട് വരുമ്പോൾ എനിക്കറിയാത്തൊരു ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും. ആർക്കുമില്ല ഒരു നീറ്റലുണ്ടെങ്കിൽ പുരോഹിതനോട് പറഞ്ഞു, നിൻ്റെ അരയോട് ചേർന്ന് ഇറ്റ് ഈസ് ക്ലോസ് ടു യു. പുറങ്കുപ്പായൊന്നും നമ്മളെ തൊടത്തില്ല. പക്ഷെ ഈ നീറ്റൽ വലിയ പാടാ. പുറത്ത് കാണാത്തൊരു നീറ്റൽ,
അതുള്ളവൻ്റെ പേര് പുരോഹിതൻ. എന്തിനാ? അവൻ മരിക്കരുത്, ജനം മരിക്കരുത്. ഇന്നുള്ള ശോധന നൽകുന്ന വേദന, ഇന്നുള്ള ശോധന നൽകുന്ന വേദന, വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും, വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും, വിശ്വസിച്ചാശ്രയിച്ചാനന്ദിക്കും ഞാൻ സദാ. കാലങ്ങൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ, കാലങ്ങൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ. അത് പാടാൻ കഴിയുന്നവർ ഒന്നിൻ്റെ ആൻസർ ഇവിടെ കിട്ടിയെന്ന് വരത്തില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, ഒരിക്കലും നിത്യതയിൽ എൻ്റെ ദൈവം പ്രതിക്കൂട്ടി നിൽക്കില്ല. അന്ന് ഞാൻ മനസ്സിലാക്കും ഇതിൻ്റെ നന്മ എന്തായിരുന്നു. കരമുയർത്തിക്ക്. കാലങ്ങൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ, കാലങ്ങൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ, ദൈവം വിശ്വസിച്ചാശ്രയി. ആർക്കുമില്ലാത്തൊരു നീറ്റൽ, ആർക്കോടും പറയാൻ കഴിയാത്തൊരു നീറ്റൽ. അവർ ചോദിക്കും, വൈ മീ ലോർഡ്? ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള മനുഷ്യരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഒരു കൂട്ടു സ്നേഹിതനുണ്ട്, എന്നെ കാട്ടി ശാഖയുടെ മൂത്തതാ. ദൈവം രാത്രി പുള്ളിയോടൊന്ന് പറഞ്ഞു, നീ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം, പ്രിൻസിന് നേരെയില്ല, എന്നിട്ട് അവന് ദൂത് കൈമാറണം. ഒരിക്കലും അവൻ്റെ മുമ്പിൽ നീ കയറരുത്, പുറകെ നിന്നോണം. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തമ്പുരാൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഞായറാഴ്ച ഞാൻ വീട്ടിലെ സഭായത്തിനും ഞായറാഴ്ചയും അല്ലെങ്കിൽ ശുശ്രൂഷിക്കുമ്പോൾ ഒരു കൺവെൻഷന് പോകുമ്പോൾ വിളിച്ചു വയ്ക്കും, ദൂത് എന്താടാ, കിട്ടിയോ വല്ലോ? ഇല്ല, എൻ്റെ കയ്യിലൊന്നും കിട്ടിയിട്ടുണ്ട്, നിനക്ക് തരാം, ബാ. രാത്രി പകലാക്കി എൻ്റെ ദൈവദാസൻ എന്നോടൊപ്പം ഇരിക്കും. ഒരു കൊച്ചു കുഞ്ഞിനെ പഠിപ്പിക്കുന്ന ഒരു വചനം പറഞ്ഞു തരും. ഞാൻ പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിക്കും, തെറ്റിയാൽ വഴക്ക് പറയും. അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ ആശയം വന്നില്ലെങ്കിൽ അന്ന് എനിക്ക് പൂരപ്പാട്ടാ. അത്ര സ്ട്രിക്റ്റാണ് ആ കാര്യത്തിൽ. ഞാൻ ഒരിക്കലും നിൻ്റെ മുമ്പിൽ വരില്ല, നീ മുമ്പിൽ ഓടണം, ഞാൻ പുറകെ നിൽക്കും. ഇങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ? ദൈവനോട് പറഞ്ഞു, നിത്യതയെ കണ്ടോളാമെന്ന്. ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്തിനാ ഞാനിത് ദൂത് പ്രിൻസിനെ ഏൽപ്പിക്കുന്നേ? തമ്പുരാൻ പറഞ്ഞു, നിത്യതയിലേക്കാ, അവിടെ വരുമ്പം ബാക്കി പറയാം. ഇങ്ങനെ നേരിട്ട് ദൈവശബ്ദം കേട്ട എൻ്റെ സുഹൃത്ത് വചനത്തിൻ്റെ വിത്ത് എന്നെ കത്തിച്ചു. പക്ഷേ ഇന്ന് ബ്രെയിൻ ട്യൂമറായി, കണ്ണ് കാണുന്നില്ല. ഏറ്റവും വലിയ സങ്കടം, എടാ വാക്യം വായിക്കാൻ ഒക്കുന്നില്ല, നാളെ വല്ലതും കിട്ടിയോ? നിൻ്റെ ദൂതുണ്ടോ? തല ബ്രെയിൻ ട്യൂമർ ഓപ്പറേഷൻ ചെയ്ത് വായിക്കാൻ കഴിയാതെ സുഹൃത്തിരിക്കുമ്പോൾ മനസ്സിലാകുന്നില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, ഞങ്ങളിൽ മരണവും നിങ്ങൾ ജീവനും. പിന്നെ മറ്റൊരു കാര്യം കൂടെ, നിങ്ങളിച്ചിട്ട് പിശാചിന് വന്ന കെണിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് എന്നെ കുത്താൻ ഒരു മുള്ള. ആ മുള്ള് മാറിപ്പോകാൻ ചോദിച്ചവൻ പറഞ്ഞു, വേണ്ട, മുള്ള അവിടെ ഇരുന്നോട്ടെ, പക്ഷെ മുള്ളിൻ്റെ മുകളിൽ ഒരു കൃപയുടെ അധീനത തരാം. എൻ്റെ കൃപ, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയെ തികഞ്ഞു വരും. പിന്നെ എന്തിനായി മുള്ള്? ഈ മുള്ളില്ലെങ്കിൽ നമ്മൾ പറയും, കർത്താവേ നീ ഇപ്പോഴെങ്കിലും വരണ്ട, ഈ മുള്ളുള്ള വരും, എങ്ങനെയെങ്കിലും തമ്പുരാനെങ്കിൽ വന്നാൽ മതി. എന്താ കാര്യം? ഇവിടുന്ന് അവിടുത്തെ വരവിനെ ബന്ധപ്പെടുത്താൻ തോന്നുന്നത് ഈ മുള്ളുകളില്ലാത്തവർക്ക് കുറച്ചാണ്ട് അടിച്ചു പൊളിക്കണം. മുള്ളുള്ളവൻ പറയും, നീ ഇങ്ങ് വരണേ കർത്താവേ. കർത്താവിൻ്റെ വരവിനെ ബന്ധപ്പെടുത്തുന്നവൻ ആര്? നീറ്റലുള്ളവൻ. നീറ്റലില്ലാത്തവർക്ക് എന്ത് ബന്ധപ്പാട്? അവർ വെളിപ്പാട് പുസ്തകത്തിലെ മൃഗത്തിൻ്റെ സംഖ്യ അവർക്കറിയാം, യാതൊരു ഗുണവും ഇല്ല. ദൈവത്തിനും ഇല്ല, മനുഷ്യയില്ല.
വെളിപ്പാട് ദിവസം അരച്ച് കലക്കി പ്രസംഗിക്കുന്ന ഒരാളെക്കുറിച്ച് എൻ്റെ സുഹൃത്ത് പറഞ്ഞ് ഇപ്പോൾ അങ്ങർക്ക് മൃഗത്തിൻ്റെ സ്വഭാവമാണെന്ന് പറഞ്ഞു. ഹൃദയം എന്ന് പറയുന്ന സംഭവമില്ല, മൃഗത്തിൻ്റെ സ്വഭാവമാണ് പറഞ്ഞത് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാൾ. പക്ഷേ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ പറയും ഒന്നും അറിയത്തില്ല, പക്ഷെ അങ്ങനെ വന്നിരുന്നെങ്കിൽ. രാത്രി എന്നെ കേൾക്കുന്നവരെ ആർക്കും ഇല്ലാത്തൊരു വേദനയുള്ളവർ മനസ്സിലാക്കുക, ആർക്കും ഇല്ലാത്തൊരു ശുശ്രൂഷ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആർക്കും ഇല്ലാത്തൊരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. കണ്ണടച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ പോകുക. ഞാനിത് പറയുമ്പോൾ 20-ാം ദിവസം അതിശക്തമായൊരു ആരാധന പ്രതീക്ഷിച്ചായിരിക്കാൻ വന്നത്. എനിക്കും എന്നോട് തന്നെ ഒരു ബുദ്ധിമുട്ട്. തമ്പുരാനെ, ജനത്തെ ഞാൻ നിരാശപ്പെടുത്തിയോ? സുരേഷ് ബാബു പാസ്റ്റർക്ക് എന്നോടൊരു പിണക്കം തോന്നിയോ? സാരമില്ല. പക്ഷെ നീറുന്ന ആരെയോ ഞാൻ ഇതിനകത്ത് കാണുന്നു. ആർക്കും ഇല്ലാത്തൊരു വേദന. ഞാൻ ചോദിച്ചു, പുറത്ത് പൊൻതടങ്ങളിൽ എല്ലാവരും കാണുന്നവർ, അകത്തെ നീർ അത് 1 by 1 ഹൃദയങ്ങളെ ദൈവസന്നിധി പകർന്നേ. ആർക്കും ഒരു ദോഷം ചെയ്യാത്തവർക്ക് വയ്യാത്ത കുഞ്ഞ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല കപ്പിൾ, ഇത്ര ദൈവസ്നേഹമുള്ളവർ. പക്ഷേ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുഞ്ഞ്, അതിൻ്റെ പിന്നാലെ ഓടി ഓടി വീണ അമ്മ. അവസാനം ചർച്ച വന്ന് അത് ഓടിയപ്പം ആ കുഞ്ഞിനെ അടിക്കാൻ ഓടിക്കുന്ന അപ്പച്ചൻ. മര്യാദ പഠിപ്പിക്കുക. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് മനുഷ്യൻ മിണ്ടായി. അങ്ങനെ ചർച്ചയിൽ നിന്ന് പിണങ്ങിപ്പോയി. പിന്നെ ഞാൻ പോയി കാലെ പിടിക്കണം. പക്ഷേ കുഞ്ഞിൻ്റെ വേദന. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല സ്നേഹമുള്ള ദമ്പതികൾ. എന്നുള്ളവേ ശോധന നൽകുന്ന വേദന, വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിന് പൊന്നിലും. വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിന് പൊന്നിലും. ആനന്ദിക്കും ഞാൻ സദാ. ആനന്ദിക്കും ഞാൻ സദാ. അനാഥിനാഥനേശുവന്ധനം അന്യനായി ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ. മുഴങ്കാലും മേലിരിക്കണമെന്ന് തോന്നുന്നവർ മുഴങ്കാലും മേലിരിക്കുക. പ്രാർത്ഥിക്കണം തോന്നുന്നവർ പ്രാർത്ഥിക്കുക. ഏതോ കുടുംബങ്ങളിൽ വല്ലാത്ത നീറ്റൽ. പിശാചാണോ? ദേശാധിപതിയാണോ? പോരാട്ടമാണോ? പോരാട്ടമാണെങ്കിൽ പ്രാർത്ഥിച്ചാൽ മാറത്തില്ലേ? അങ്ങനെയാണെങ്കിൽ പോരാട്ടത്തിനല്ല ജയം. അപ്പോൾ ആർക്കാ ശക്തി? ഏത് രാത്രിയിലും എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ ചാടി എന്ത് വിഷയത്തിനും വന്നിരുന്ന എൻ്റെ ഒരു പ്രിയപ്പെട്ട സഹോദരി, പ്രാർത്ഥനാ പോരാളി, കടം കൊണ്ട് നിവരാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പെട്ടെന്ന് മുങ്ങിയപ്പം ആരോ പറയുന്നു പ്രാർത്ഥിച്ചവൻ്റെ പോരടിച്ച. അപ്പം ഞാൻ പറഞ്ഞു, ഒരിക്കലും പ്രാർത്ഥിച്ചതിന് പോരടിക്കത്തില്ല. കാരണം അപൂർവമായൊരു വർഗമുണ്ടെങ്കിൽ, വന്യജീവികളുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാൻ ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളും ചെയ്യുമെങ്കിൽ പ്രാർത്ഥിക്കുന്നവരെ സംരക്ഷിക്കാൻ സ്വർഗം പ്രത്യേക പാക്കേജുണ്ട്. ആരും പറഞ്ഞ് പോരാട്ടമെന്നൊന്നും പറഞ്ഞ് പേടിക്കരുത്. പിന്നെ ഇതെന്താ ദൈവം അനുവദിക്കുന്ന ചിലത്? എന്തിന്?
ഒന്ന് നെഗളിക്കരുത്. 2 പ്രാർത്ഥനയിൽ അവരെ മനസ്സിലാക്കണം. 3 നമ്മളിലെ ആശ്വാസം മറ്റുള്ളവർക്കിലേക്ക് പകരാൻ. 4 ഞാൻ മരിച്ചു പോകാതിരിക്കേണ്ടതിന്. 5 കർത്താവിൻ്റെ വരവിനെ ബന്ധപ്പെടുത്തേണ്ടതിന്. ഞാൻ കടന്നുപോയ വഴികളിൽ ഒന്നെനിക്ക് പറയാൻ കഴിയും. എൻ്റെ മുമ്പിൽ ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കിഡ്നി ഫെയിലാ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് അവരെ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് ഞാനൊരിക്കലിപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ വിദേശത്തൊരിടത്തിരിക്കുക, ഒരു ഫംഗ്ഷൻ ഇരിക്കുമ്പോൾ ഒരു കുഞ്ഞ് അവൻ്റെ ദേഹത്തെല്ലാം എക്സീമയായ. അപ്പോൾ ഇങ്ങനെ ഒരു ടേബിളിൽ ഇരുന്നുകൊണ്ട് അവന് ചൊറിച്ചിൽ വന്നപ്പോൾ അവനിങ്ങനെ ഇട്ടു. അപ്പോൾ എന്തെറ്റി, ഇത് ഇങ്ങനെ ഡ്രൈ സ്കിൻ പറക്കും ഇല്ലേ. അപ്പം അടുത്തിരുന്നവരൊന്ന് നോക്കി, അപ്പം കൊച്ചിനെ ഇങ്ങനെ പിടിച്ചു. അവൻ കരയുന്നു, കോടൂറിക്കൊണ്ട് തന്നെ വഴക്ക് പറയുന്നു. ഞാൻ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ പിന്നെ കേട്ട അതിനൊത്തിരി മാറ്റമായെന്ന്. മറ്റൊന്നും കൊണ്ടല്ല എനിക്ക് പ്രാർത്ഥിക്കാനൊത്തത്, എൻ്റെ ശരീരം മുഴുവൻ പുറത്ത് കാണാത്ത പോലെ സോറിയാസിസ് വന്ന് കഷ്ടപ്പെട്ട ദിവസങ്ങളുണ്ട്. എൻ്റെ അമ്പുരാൻ്റെ കൃപ എൻ്റെ കയ്യിൽ എൻ്റെ മുഖത്തില്ല പ്രിൻസും എടുക്കാൻ. പക്ഷേ വല്ലാതെ കഷ്ടപ്പെട്ട ദിവസങ്ങൾ നീറ്റിലായിരുന്നു. ഒന്നെനിക്കറിയാം, കീറുന്ന ഒരാളെ കണ്ട അവൻ്റെ വേദന ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഈ ശബ്ദഘോഷമൊക്കെ ഉണ്ടാകും. ആർക്കുമില്ലാത്തൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ചിലപ്പോൾ ആരും കടന്നു പോകാത്തൊരു വേദനയിൽ കടന്നു പോകുമ്പോൾ ദേശാധിപതിയൊന്നുമല്ല, പോരാട്ടമല്ല, ഒരു വലിയ ദൈവ പദ്ധതിക്കായിട്ട് കർത്താവ് ഒരുക്കുക. ഒരു നവീന കാഴ്ചപ്പാടോടെ, ഒരു പുതിയ കണ്ണോടെ ചിലതിനെ കാണാൻ നമുക്ക് കഴിയട്ടെ. പ്രാർത്ഥിക്കേണ്ടവരൊക്കെ പ്രാർത്ഥിച്ചു. കഷ്ടനഷ്ട ശോധനകളിൽ പൊന്മുഖം ഞാൻ നേരിൽ കണ്ടിടും, ശാശ്വത ഭുജങ്ങളിൽ മീതെ നിർഭയനായി ഞാൻ വസിച്ചിടും. യാഹു നല്ല ഇടയൻ, എന്നും എൻ്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. യാഹു നല്ല ഇടയൻ, എന്നും എൻ്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. കഷ്ടനഷ്ട ശോധനകളിൽ ആ പൊന്മുഖം ഞാൻ നേരിൽ കണ്ടിടും. കഷ്ടനഷ്ട ശോധനകളിൽ പൊന്മുഖം ഞാൻ നേരിൽ കണ്ടിടും. ശാശ്വത ഭുജങ്ങളിന്മീതെ നിർഭയനാ ഞാൻ വസിച്ചിടും. ശാശ്വത ഭുജങ്ങളിന്മീതെ നിർഭയനാ ഞാൻ വസിച്ചിടും. ഇത് ഞാൻ പറയുമ്പോൾ ഇന്നത്തെ ദൂത് എന്നെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തൊട്ടിട്ടുണ്ട്. അതുകൊണ്ടൊരു നീറ്റിൽ കൂടെ ഒക്കെ കടന്നു പോകുന്ന പുരോഹിതന് വേണ്ടി, എൻ്റെ പാസ്റ്റർക്ക് വേണ്ടി കുറച്ചുകൂടെ അധികം പ്രാർത്ഥിക്കണമെന്ന് ഈ 22-ൽ ഒരു തോന്നൽ ഹൃദയത്തിൽ തോന്നുന്നവർ ഒന്ന് കൈ ഉയർത്തിക്കുക. സ്വകാര്യമായൊരു നമ്പർ. പുറപ്പാട് പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഉൽപ്പത്തിയിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ കണ്ട വിശുദ്ധരല്ല ഈ പാതയിൽ കൂടെ പോയവരാ. ജോസഫ്, പിന്നെ മോശ ചെങ്കടലൊക്കെ കടന്നു പോകുന്നുണ്ട്. പക്ഷേ സത്രത്തിൽ വെച്ച് യഹോവ എതിരിട്ട് അവനെ കൊല്ലാൻ ഭാവിച്ചു. അമ്മ എടുത്ത് കൽക്കത്തി എടുത്ത് മോൻ്റെ അഗ്രചർമ്മം പരിച്ച് ചേലാകർമ്മം നടത്തി. 30 വയസ്സ് കാണുന്ന കൊച്ചിന് 40 വർഷത്തെ മരുഭൂമി യാത്രയാ. ചേലാകർമ്മം നടത്തി കഴിഞ്ഞപ്പോൾ ഈ മോനെയും അമ്മയും തിരിച്ചു വിട്ടു. ചെങ്കടൽ കിടന്നപ്പോൾ മനുഷ്യനൊറ്റ. മിരിയാം തപ്പെടുത്ത് നൃത്തം ചെയ്തപ്പോൾ മോശ ഒറ്റയ്ക്കപ്പുറത്ത്. ഗ്രേറ്റ് മാൻ ഓഫ് ഗോഡ് ആൻഡ് ദ ഗ്രേറ്റ് ലീഡർ. പിന്നെ ശമൂവേൽ, യോവേലും അബിയാവും. പിന്നെ 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 ഞാൻ കണ്ട ഒത്തിരി വിശുദ്ധരായ മനുഷ്യർ. എന്നെ സ്നേഹിച്ച്, എൻ്റെ സഭയെ സ്നേഹിച്ച്, സഭയ്ക്ക് വേണ്ടി ഉരുകിയ ഒത്തിരി അമ്മമാരുടെ സങ്കടങ്ങൾ, ഒരു ഗുണമില്ലാത്തവരുടെ സന്തോഷം,
ചോദ്യങ്ങൾ എനിക്ക് ഉത്തരം കിട്ടി. നീ മരിക്കാതിരിക്കേണ്ടതിന് ചണം ഉൾക്കൊണ്ടൊരു കാഴ്ച. ഇതു തന്നോടാണെന്ന് തോന്നുന്നവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്ന്. അങ്ങനെയുള്ളവർ മാത്രം. പ്രസംഗിച്ചു എന്ന് എനിക്കറിയില്ല. ഇത് പ്രസംഗമല്ലെന്ന് എനിക്കറിയാം. പ്രസംഗത്തിനൊരു ഭാഷ വേണം, ഒരു ബോഡി വേണം. പക്ഷെ ഐ ജസ്റ്റ് പോർ മൈ ഹാർട്ട്. ഞാൻ എൻ്റെ ചോദ്യം എല്ലാം തമ്പുരാൻ്റെ അടുക്ക കൊണ്ട് കുടഞ്ഞ് ചക്കക്കുരുക്ക് ചാക്കിൻ്റെ കുത്തഴിക്കുന്ന പോലെ ഇട്ടപ്പം തമ്പുരാനോട് പറഞ്ഞു മാറും. പക്ഷെ ഒന്നെനിക്ക് കാണാൻ കഴിയും, ഈ നീറ്റലിൽ എൻ്റെ ബെഡിൻ്റെ അരികെ ഒരാൾ വരും. എൻ്റെ അബ്ബ. ഈ നീറ്റലിൽ ഞാൻ എപ്പോഴെല്ലാം കടന്നു പോയിട്ടുണ്ടോ അവിടുന്ന് എൻ്റെ അടുക്ക വന്ന് എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. ഒന്നിയിൽ അങ്ങനെ വരും, അല്ലെങ്കിൽ ഒരു ദൂതനെ പോലെ ഒരാളെ അയക്കും. കാലങ്ങൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ, കാലം ചേർന്ന കരങ്ങൾ ഉയർത്തി ഹൃദയങ്ങളോട് ദൈവം ഇടപെടുന്നുണ്ട്. ദൈവം ഇതിൻ്റെ സന്ധി ഹൃദയം പകരേണ്ടവരെല്ലാം അങ്ങ് പകരണം. എന്നിട്ട് 22 ഫ്രീ ആയിട്ട് കയറണം. ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരം നമുക്കുണ്ട്. കരം ഉയർത്തി പിടിച്ചു. കാലങ്ങൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ, കാലങ്ങൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയെന്ന് തെളിയുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയെന്ന് തെളിയുമ്പോൾ, യുക്തമായി വ്യക്തമായി കൃപയിൻ കരുതലറിയും നാം. യുക്തമായി വ്യക്തമായി കൃപയും കരുതലറിയും നാം. അനാഥനാഥനേശു വെന്ധനം അന്യനായി ഭൂവിലെന്ന ധന്യനാം ഞാൻ ക്രിസ്തുവിൽ സദാ. അന്യനാം ഭൂവിലെന്ന ധന്യനാം ഞാൻ ക്രിസ്തുവിൽ സദാ. കാലങ്ങൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ, കാലങ്ങൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ, വിശ്വസി ആശ്വസി ആനന്ദിക്കും ഞാൻ സദാ. അനാഥനാഥനേശു വെന്ധനം അന്യനാം ഭൂവിലെന്ന ധന്യനാം ഞാൻ ക്രിസ്തുവിൽ സദാ. ധന്യനായി ഭൂവിലെന്ന ധന്യനാം ഞാൻ ക്രിസ്തുവിൽ സദാ.